ആ പൊന്നുമോന്റെ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് 14 ദിവസം മുമ്പ് മരിച്ചു. ഈ മോന് ഖബറിൽ അവിടെ നീച്ചു വരുന്നില്ല. ഇത്ര വലിപ്പുള്ളൂ അല്ലെ? എത്ര വയസ്സ് ഓൻ വന്നിക്കണോ? എവിടെ അല്ലാ ഞങ്ങളെ കരയരുത്. ഞാൻ അവനെ കണ്ടിട്ടില്ല. കേട്ടോളി. എവിടെ സ്ഥലം? എവിടെ? നിങ്ങളെ പേരെന്താ? സഫിയ. സഫിയാത്തെ ഒരു 2-3 മാസം മുന്നേ എൻ്റെ ഒരു ടീമിനെ കൊടുന്നു. ഒരു പൊന്നുമോന് ഈ വലിപ്പുണ്ട് ഇങ്ങനെ കരയോന്, ഇങ്ങനെ കരയാ. അപ്പോ എന്താ സംഭവം എന്നറിയോ? ആ പൊന്നുമോന് വാപ്പണ്ട് നോക്കണില്ല, പോയി. വല്യമ്മക്ക് സ്ഥലമില്ല, ഓൾക്ക് സ്ഥലം ആർക്കുമില്ല. ആ പൊന്നുമോന്റെ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് 14 ദിവസം മുമ്പ് മരിച്ചു. ഈ മോന് ഖബറിൽ അവിടെ നീച്ചു വരുന്നില്ല. ഇത്ര വലിപ്പുള്ളൂ അല്ലെ? എത്ര വയസ്സ് ഓൻ വന്നിക്കണോ? എവിടെ അല്ലാ ഞങ്ങളെ കരയരുത്. ഞാൻ അവനെ കണ്ടിട്ടില്ല. ഓനെ ഓന്റെ ഉമ്മാന്റെ തലപ്പെട്ടിരിക്കും. ഓന്റെ ഉമ്മാന്റെ ഖബറ് നീച്ചു വരുന്നില്ല. ഓനക്ക് വാപ്പിയില്ല. പിന്നെ കേൾക്കണങ്ങള് ഇമ്മയില്ല. എന്നാ ഉമ്മേരെ അതിന്റെ ഉമ്മാക്ക് സ്ഥലമില്ല. അതിന്റെ മോന് മരുവനോ വേറെ മരുവുണ്ട്. അത് അതിന്റെ ഒരു വർഷം മുമ്പ് അത് മരിച്ചു അല്ലെ? ആരെ മരിച്ച്? മൂത്ത കുട്ടിന്റെ നിങ്ങളെ മാപ്പിള മരിച്ചു അല്ലെ? പാപ്പേ അത് മരിച്ചു. പിന്നെ ഈ കുട്ടിന്റെ ഉമ്മ മരിച്ചു. ഒരു വീടില്ല, വാടക. എന്താ ചെയ്യാ? എന്നോട് വന്ന് നിങ്ങൾക്ക് അറിയോ ഈ കൽബിൽ എത്ര ഇതുണ്ട്? നിങ്ങൾ ഈ കാണുന്ന തങ്ങളല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. എത്ര ആളെന്റെ അമ്മർത്ത് വരിക, ഞാൻ എന്താ ചെയ്യാം? ആ പൊന്നുമോന് അള്ളാഹു ഞാൻ നോക്കാറുണ്ട്, അവനക്കുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. പാപ്പൽ എന്താ ചെയ്യാ? ആരത്താണ് ആ വല്യമ്മ. ഞാൻ ഓലോട് പറഞ്ഞു, ഒരു 4 സെന്റ് സ്ഥലങ്ങൾ എന്ത് ചെയ്തോളി, നാട്ടിൽ നോക്കി, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ എന്താ തരാന്ന് പറഞ്ഞു. ആ മോന് കരച്ചിൽ നിർത്തിയത് എൻ്റെ അടുത്ത് വന്നിട്ടാ. അല്ല ഞാൻ പറഞ്ഞു, തങ്ങൾപ്പാന്റെ കുട്ടി അവനെ ഖബർസ്ഥാൻ അതൊന്നും പാടില്ല. അസ്മദാത്ത എന്റെ കുട്ടികളാ, അതൊന്നും പാടില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓലെ ഞാൻ നോക്കും. ഇങ്ങനെ നിങ്ങളാ. അപ്പോ പിന്നെ തങ്ങൾപ്പാട്ട് വിഷമിക്കണ്ട കേട്ടോ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കാണ്. അള്ളാഹിന്റെ വിധിയാണ്. അള്ളാഹ് വിളിച്ചപ്പോണ്ടേ ഓന്റെ മൂത്തതാരൻ അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. നിങ്ങൾ 2 മക്കളുണ്ടോ? നേരോ? അപ്പോ ഞാൻ എന്താറ്റി, വീട് ഓലോട് ആൾക്കാര് പറഞ്ഞു, സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വീട് വെച്ച് തരാം. അപ്പൊ ഞാന് എത്ര ലക്ഷം തരാറിന്? 3 ലക്ഷം. ആരോ സ്ഥലം തരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? എത്ര ലക്ഷത്തിന് തരാറിന്? 3 ലക്ഷം. ആ 3 ലക്ഷം ഞാൻ കൊടുക്കാതെ മുമ്പേ ഏറ്റിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങളോടുള്ളൊരു സ്നേഹമാണ്. ആ സ്ഥലം എടുക്കാനുള്ള പൈസ എഗ്രിമെന്റ് എഴുതിയോ? ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എഴുതാന്. ആ മക്കളുടെ പേരിൽ എഴുതുവോ? നമുക്ക് വിഷമാവോ? ഇത്ര പേര് രജിസ്റ്റർ ആക്കുവോ? എന്താ ചെയ്യാ സഫിയാത്ത? അല്ല, 18 വയസ്സിന് ശേഷം 2 മക്കൾക്കും, കാരണം മനോൽ നോക്കട്ടെ അല്ലേ? എങ്ങനെ? അപ്പൊ ഓൽക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സമ്മതല്ലേ ഒരു സ്ഥലം വാങ്ങാൻ പൈസ കൊടുക്കാൻ അല്ലേ? ഇതൊക്കെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മലക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ മലക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ മക്കളെ മുഖത്ത് നോക്ക്. ഓൽക്കുള്ള സ്ഥലം നമ്മൾ വാങ്ങിക്കൊടുക്കുക അല്ലേ? നിനക്ക് അഭിപ്രായം എന്താ? നിങ്ങൾ പറയേ.
ഞാൻ എടുത്ത തീരുമാനം തെറ്റല്ലല്ലോ? ആണ് ഹസ്ബുദത്തെ? നാട്ടുകാര് വീട് വെച്ച് തരാന്ന് പറഞ്ഞിരിക്കണല്ലോ അല്ലേ? ഒരു വീട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാം. അല്ലാഹു മക്കൾക്ക് ക്ഷമ അല്ലാഹു കൊടുക്കട്ടെ. ഞാനും ആ പ്രായത്തിലെത്തിമാട്ടോ, ഞാനും ആ പ്രായത്തില്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഞാന് ഒരു കാര്യം പറയാം.